ഒരാളെ മാറ്റിയത് മാത്രമേ പലപ്പോഴും പറയപ്പെട്ടിട്ടുള്ളൂ. കാരണം അവർക്ക് മറ്റേ പ്രതിഷേധം അവിടെ താമസിക്കില്ല, എന്നാലോട്ട് താമസിക്കാനുള്ള അത് ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് പൊട്ടി വീഴുന്നത്. ഇപ്പൊ ഇന്ന് വീണ്ടും മഴയത്തത് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായി. പല തവണ നമ്മളെ അധികാരികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് പെട്ടെന്ന് ചെയ്യണം, അവിടെ വീടുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഭീഷണിയാണ്. 2-3 വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിട്ടാണുള്ളത്. ആ വീടൊക്കെ ഇപ്പം വീഴുന്ന അവസ്ഥയാണ് എന്നത് എത്രയും വേഗം പണി തീർക്കണമെന്ന് പറയാം. പക്ഷേ ഒരു നടപടിയും എന്നതിന്റെ ഭാഗത്തുണ്ടായില്ല. ഗൾഫാർ ഗ്രൂപ്പാണ് ഇപ്പോൾ കമ്പനി ആ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അവരും സ്ലോ ആയിട്ട് വർക്ക് കൊണ്ടുവന്നു. വർക്ക് തീരെ മുന്നോട്ട് പോകുന്നില്ല. വടകരയിൽ ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അത്ര പ്രശ്നമാണ്. മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു ട്രാഫിക് ജാമിന്റെ ഭാഗമായിട്ട്. കാരണം സർവീസ് റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആളുകൾക്ക് തീരെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഏറ്റവും രൂക്ഷമായ പ്രശ്നം. ഈ 2 അടിയന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ജനപ്രതിനിധികൾ കലക്ടറെ കാണാൻ വേണ്ടി വന്നത്. വൈകുന്നേരം ഞങ്ങളിവിടെ സമരമിരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ കലക്ടർ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ വരും. കലക്ടർ NH ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. 8 മണിക്ക് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരും. ആ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ട് എന്താണ് തീരുമാനമെന്ന് അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട കാര്യം തീരുമാനമെടുക്കും. നാളെ വടകരയിൽ ഞങ്ങൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ കലക്ടർ വരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലം കലക്ടർ സന്ദർശിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ പോസിറ്റീവായി കലക്ടർ ഈ സമീപനം എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ സമരം ഇരിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ 8 മണിക്ക് NHന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരെന്താണോ പറയുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ തന്നെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചാർജുള്ള റവന്യൂ മിനിസ്റ്റർ ബന്ധപ്പെട്ടിട്ടുണ്ട്, CMനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. CMനെ കിട്ടിയിട്ടില്ല. CMനെ ഉടനെ അപ്പം അതുകൂടി ബന്ധപ്പെട്ട് എന്താണ് പരിഗണിക്കാൻ നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മുൻ പ്രസിഡന്റുണ്ട്, മെമ്പർമാരുണ്ട്. ഞങ്ങളെല്ലാവരും വന്നത് ഇതിനൊരു തീരുമാനമാകാനാണ്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. അത്രയേറെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചിട്ട് ദിവസങ്ങളെ പല മീറ്റിങ്ങുകളിൽ ഞങ്ങളിത് ബന്ധപ്പെട്ട NHന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിച്ചതാണ്. പല മീറ്റിംഗും ചേർന്നു. തീരുമാനം ഉടനെ ഉണ്ടാകും, പെട്ടെന്ന് പരിഹരിക്കും എന്ന് പറയാനല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇത് തിരിച്ചു പോകാൻ പറ്റില്ല. ഇതിന് ഇവിടുന്ന് കർശനമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഞങ്ങൾ ആ തരത്തിലുള്ള സമരവുമായിട്ട് പോകും. ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. NHന്റെ ആളുകൾക്ക് ഒരു തീരുമാനം അനുകൂലമായി വരുന്നത് വരെ. കേരള ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ഏറ്റവും രൂക്ഷമായ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറേ മാസങ്ങളായി വടകരയിലെ ജനം ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു, പലതരം ഇതിൽ ഇടപെടൽ നടത്തി. പക്ഷേ ഇതുവരെ തീരുമാനമാക്കാൻ സാധിച്ചില്ല. അതിൽ മുക്കാളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 2024 തുടങ്ങിയ മണ്ണിടിച്ചിലാണ്. അത് ഇന്ന് 3ാമത്തെ തവണയാണ് അവിടെ വീണ്ടും മണ്ണിടിച്ചത്. 3 കുടുംബങ്ങളെ നേരത്തെ മാറ്റി താമസിച്ചു. ഒരു കുടുംബത്തിന് അവിടെ വീടെടുത്തിട്ട്, ഒരു അഭിലാഷ് എന്ന് പറയുന്ന ഒരാൾക്ക് വീടെടുത്തിട്ട് പക്ഷേ പിന്നീട് ആ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവര് ആ തരത്തിൽ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പൊ ഇന്നും മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇതുവരെ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. പണി തുടങ്ങി വകാട് മറ്റൊരു കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൾഫാർ ഗ്രൂപ്പാണ് എടുത്തത്. പക്ഷേ ഇപ്പോഴും പണി സ്ലോ ആയതുകൊണ്ട് അവിടെ പൂർത്തിയായില്ല. ഈ വിഷയവും അതുപോലെ തന്നെ വടകരയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, മണിക്കൂറുകളോളം ബ്ലോക്കാണ് അവിടെ. ഹെവി ട്രാഫിക് ജാമായിട്ട് ആളുകൾക്ക് മുഴുവൻ കുണ്ടും കുടിയായിട്ട് ഒരു വാഹനം പോലും പോകാൻ പറ്റാത്ത ദുരിതം അനുഭവിക്കുകയാണ്. അപ്പം ഈ വിഷയം നമ്മൾ NHന്റെ MP ഉൾപ്പെടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു, NHന്റെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അവർക്കൊരു സീരിയസുമില്ല. അവരത് കാര്യമായി എടുത്ത് അതിന്റെ പരിഹാരത്തിനും നീങ്ങുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് മെമ്പർമാരെല്ലാവരും ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, എല്ലാ മെമ്പർമാരും ഞങ്ങൾ നേരത്തെ മുക്കാളിയിലായിരുന്നുള്ളത്. നേരത്തെ ഡിസ്ട്രിക്ട് മിനിസ്റ്റർ അവിടെ വന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കളക്ടറുടെ അടുത്തേക്ക് വന്നതാണ്. ഇവിടെ സമരം ഇരിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ കളക്ടർ നല്ല പോസിറ്റീവായി കാര്യങ്ങൾ എടുത്തു. കളക്ടർ അപ്പോൾ തന്നെ NHന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. NHന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വരും. PD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ അവിടെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ കളക്ടറും SPയും ഉൾപ്പെടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം ഇരിക്കാതെ NHന്റെ PDയുടെ ഉദ്യോഗസ്ഥർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രി ഇപ്പം PD ഉദ്യോഗസ്ഥന്മാര് NHന്റെ ഉദ്യോഗസ്ഥന്മാരോട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചാർജുള്ള AP അനിൽകുമാർ മിനിസ്റ്റർ
വടകരയിലെ സർവീസ് റോഡ് ഈ ഒരു മഴ മാറിയ ഉടനെ 10 ദിവസം കൊണ്ട് സർവീസ് റോഡ് ക്ലിയർ ചെയ്തു തരും എന്ന ഉറപ്പാണ് തന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. മറിച്ച് ഇപ്പോൾ PD ഉദ്യോഗസ്ഥന്മാർ കൂടി വന്നു കഴിഞ്ഞാൽ, NH ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമാണ് വിഷയം എത്ര മാസങ്ങളായി വർഷങ്ങളായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നേരത്തെയുള്ളതാണ്. ഇത് ഭരണവുമായി ബന്ധപ്പെട്ടല്ല. ഇത് നേരത്തെ മണ്ണിടിഞ്ഞത്, മുക്കാളിയിൽ മണ്ണിടിഞ്ഞത് 2024 അന്ന് ഞാൻ നിയമസഭയിൽ സബ്മിഷൻ ഉൾപ്പെടെ അവതരിപ്പിച്ചതാണ്. അന്നത്തെ മന്ത്രിക്കൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് വേഗത്തിൽ തീർക്കണമെന്ന് നമ്മൾ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. അന്നൊന്നും ഒരു പരിഹാരവുമായിട്ടില്ല. ഇപ്പോൾ ഈ ഭരണം വന്നിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ മിനിസ്റ്റർ ഇപ്പോൾ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. NHന്റെ ഉദ്യോഗസ്ഥന്മാർ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് നാഷണൽ ഹൈവേയുടെ MP ഉൾപ്പെടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. പക്ഷേ അതിനെ ഗൗരവത്തിലെടുക്കാനോ ആ വിഷയത്തിന് പരിഹാരം കാണാനോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കളക്ടർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. അത് ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് പൊട്ടി വീഴുന്നത്. ഇപ്പൊ ഇന്ന് വീണ്ടും മഴയത്തത് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായി. പല തവണ നമ്മളെ അധികാരികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്, പെട്ടെന്ന് ചെയ്യണം, അവിടെ വീടുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഭീഷണിയാണ്. 2-3 വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിട്ടാണുള്ളത്. ആ വീടൊക്കെ ഇപ്പം വീഴുന്ന അവസ്ഥയാണ് എന്നത് എത്രയും വേഗം പണി തീർക്കണമെന്ന് പറയാം. പക്ഷേ ഒരു നടപടിയും NHന്റെ ഭാഗത്തുണ്ടായില്ല. ഗൾഫാർ ഗ്രൂപ്പാണ് ഇപ്പോൾ കമ്പനി ആ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അവരും സ്ലോ ആയിട്ട് വർക്ക് കൊണ്ടുവന്നു. വർക്ക് തീരെ മുന്നോട്ട് പോകുന്നില്ല. വടകരയിൽ ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അത്ര പ്രശ്നമാണ്. മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു ട്രാഫിക് ജാമിന്റെ ഭാഗമായിട്ട്. കാരണം സർവീസ് റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ആളുകൾക്ക് തീരെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഏറ്റവും രൂക്ഷമായ പ്രശ്നം. ഈ 2 അടിയന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ജനപ്രതിനിധികൾ കളക്ടറെ കാണാൻ വേണ്ടി വന്നത്. വൈകുന്നേരം ഞങ്ങളിവിടെ സമരമിരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ കളക്ടർ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ എടുക്കുകയും കളക്ടർ NH ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. 8 മണിക്ക് ഉദ്യോഗസ്ഥന്മാരിവിടെ വരും. ആ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ട് എന്താണ് തീരുമാനമെന്ന് അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട കാര്യം തീരുമാനമെടുക്കും. നാളെ വടകരയിൽ ഞങ്ങൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ കളക്ടർ വരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലം കളക്ടർ സന്ദർശിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെ പോസിറ്റീവായി കളക്ടർ ഈ സമീപനം എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ സമരം ഇരിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ 8 മണിക്ക് NHന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരെന്താണോ പറയുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ തന്നെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചാർജുള്ള റവന്യൂ മിനിസ്റ്റർ ബന്ധപ്പെട്ടിട്ടുണ്ട്, CMനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. CMനെ കിട്ടിയിട്ടില്ല. CMനോട് അപ്പം അതുകൂടി ബന്ധപ്പെട്ട് എന്താണ് പരിഗണിക്കുന്നത് നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മുൻ പ്രസിഡന്റുണ്ട്, മെമ്പർമാരുണ്ട്. ഞങ്ങളെല്ലാവരും വന്നത് ഇതിനൊരു തീരുമാനമാകാനാണ്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. അത്രയേറെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചത് ദിവസങ്ങളെ പല മീറ്റിങ്ങുകളിൽ ഞങ്ങളിത് ബന്ധപ്പെട്ട NHന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിച്ചതാണ്. പല മീറ്റിംഗിൽ ചേർന്നു. തീരുമാനം ഉടനെ ഉണ്ടാകും, പെട്ടെന്ന് പരിഹരിക്കും എന്ന് പറയാനല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇത് തിരിച്ചു പോകാൻ പറ്റില്ല. ഇതിന് ഇവിടുന്ന് കർശനമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഞങ്ങൾ ആ തരത്തിലുള്ള സമരവുമായിട്ട് പോകും. ഇവിടുത്തെ പോകുന്ന പ്രശ്നമില്ല. NHന്റെ ആളുകൾക്ക് ഒരു തീരുമാനം അനുകൂലമായി വരുന്നത് വരെ.